2018 ബാംഗ്ലൂരിൽ താമസമാക്കിയതിൽ പിന്നെ നാട്ടിലേക്കുള്ള യാത്ര മിക്കവാറും മൈസൂർ ഗൂഡല്ലൂർ വഴി ആക്കിയിരുന്നു. ബന്ദിപ്പൂർ കാടും മുതുമല കാടും വഴിയുള്ള യാത്ര വല്ലാത്തൊരു അനുഭവമാണ്. യാത്രയിലെല്ലാം റോഡിൽ വലിയൊരു ബോർഡ് കാണാമായിരുന്നു, ഹിമവത് ഗോപാലസ്വാമി ഹിൽസ്. അവിടുത്തെ പ്രധാന അട്രാക്ഷൻ 1450 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടും അവിടുത്തെ ഗോപാലസ്വാമി അമ്പലവുമാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് വരെ കോട മൂടിയിരിക്കും എന്നൊക്കെയാണ് കേൾവി. ഫാമിലിയുമായി വരുമ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്ന ലക്ഷ്യമായിരിക്കും. അതിനാൽ തന്നെ ഇത്രയും നാളും അവിടെ സന്ദർശിക്കണമെന്ന ആഗ്രഹം നടന്നിരുന്നില്ല. ഇത്തവണ ബൈജു ബാംഗ്ലൂരിൽ വന്നതിനാൽ ഞാനും ബൈജുവും നാട്ടിലേക്ക് വരുന്ന വഴി അവിടെ സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചു. ഗുണ്ടൽപേട്ടിൽ നിന്നും വളരെ അടുത്താണ് HG ഹിൽസ്. ബന്ദിപ്പൂർ വനമേഖലയാണ്. വണ്ടി 7 കിലോമീറ്റർ മുമ്പായി പാർക്ക് ചെയ്ത് കർണാടകയുടെ ബസ്സിൽ കയറിയേ അങ്ങോട്ട് പോകാൻ പറ്റൂ. 3-4 ബസ്സുകൾ ഷട്ടിൽ സർവീസ് നടത്തുകയാണ്. അവിടെ സുന്ദരമായൊരു പുൽമേടും അമ്പലവും. അവിടെ സ്ഥിരമായി ഒരു കാട്ടാന വരും, ഉച്ചയ്ക്ക് വരെ കോടയാവും എന്നൊക്കെയാണ് കേട്ടിരുന്നത്. അതെല്ലാം വെറുതെയാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഞങ്ങൾ പോയ മെയ് മാസത്തിൽ അവിടെ അത്തരം കാര്യങ്ങളൊന്നും കാണാൻ കഴിയുകയില്ല. ആ അമ്പലവും ആ പുൽമേടും കാണാം. അതിൻ്റെ ഒരു വൈബ് തന്നെ അവർണ്ണനീയമാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ തണുപ്പും കോടയുമെല്ലാം ആസ്വദിക്കാം. അല്ലാത്ത സമയങ്ങളിൽ ഈ സ്ഥലവും ബസ് യാത്രയും ആസ്വദിക്കാം എന്നതേ പറയാൻ പറ്റൂ. ഏതായാലും വല്ലാത്തൊരു വൈബാണ് അവിടം. ഒരാൾക്ക് ബസ്സിന് 35 രൂപ കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്ര ചെയ്യാം. എല്ലാ ബസ്സുകളും എപ്പോഴും ഫുള്ളായിരിക്കും. കർണാടക അവരുടെ സുഖവാസ കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് സ്പോട്ടുകളും എത്ര നന്നായാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നതാണ് എന്നെ അതിശയിപ്പിച്ചത്. അവിടുത്തെ ഗോപാലസ്വാമി അമ്പലമാണ് വിശ്വാസികളെ അങ്ങോട്ട് ആകർഷിക്കുന്നത് എന്ന് തോന്നുന്നു. കർണാടകക്കാർ ഭക്തിയും ടൂറിസവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ വളരെ കഴിവുള്ളവരാണെന്ന് ഉറപ്പിച്ചു പറയാം. ആ യാത്രയും ബസ് ഡ്രൈവേഴ്സിന്റെ അനാസമായ ഡ്രൈവിംഗ് കഴിവും സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. ഒരു ബസ്സിന് മാത്രം കഷ്ടിച്ചു പോകാൻ കഴിയുന്ന റോഡാണുള്ളത്. ഓപ്പോസിറ്റ് ബസ് എപ്പോഴാണ് വരുന്നതെന്നനുസരിച്ച് താഴേക്ക് വരുന്ന ബസ് പ്രത്യേകം സ്ഥലത്ത് നിർത്തി കൊടുക്കണം. ഏതായാലും മൈസൂർ പോകുന്നവർക്ക് പോകാൻ പറ്റിയ വലിയ ചിലവില്ലാത്തൊരു സ്ഥലം ആണ് അവിടം. പോകുന്നവർ നവംബർ മുതൽ ഫെബ്രുവരി പോകുന്നതാവും ഉത്തമം. അല്ലെങ്കിൽ പിന്നെ മഴക്കാലം ആസ്വദിക്കാൻ പോകാം. ഏതായാലും ഞങ്ങൾ പോയ മെയ് മാസം ആ യാത്രയ്ക്ക് അത്ര പറ്റിയ സമയമായി തോന്നുന്നില്ല. യാത്രകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്ത് ബൈജുവുമൊത്തുള്ള യാത്രകൾ തുടരും എന്ന വിശ്വാസത്തോടെ